വോട്ട് പെട്ടിയിലായി കഴിഞ്ഞു. പോളിംഗ് ശതമാനം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ആർക്ക് ഗുണമാകുമെന്നത് സംബന്ധിച്ച് ക്യാമ്പുകളിൽ ഇപ്പോഴും ഒരു ചർച്ചയൊക്കെ നടക്കുന്നുണ്ടാവും അല്ലേ? മോത്തി ഇനി 9 നാളത്തെ കാത്തിരിപ്പാണ്. ചേലക്കര എന്തായാലും വിധി എഴുതി കഴിഞ്ഞു. അവസാനം വന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം അത് ഇന്നലെ രാത്രി 8 മണിക്ക് വന്ന കണക്കാണ്. 72.77 ചേലക്കരയിൽ അവസാനത്തെ വട്ട പോളിംഗ് എന്ന് പറയുന്നത്. അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. കാരണം ഈ വീട്ടിൽ വോട്ട് ചെയ്ത ആളുകൾ, അതുപോലെ തന്നെ സർവീസ് വോട്ടുകൾ, അതെല്ലാം ചേർത്ത് വരുമ്പോൾ ഒരു മാറ്റം, ചെറിയ രീതിയിലുള്ള മാറ്റം എന്നൊക്കെ പറഞ്ഞാലും 73 കടന്നു പോകില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമെന്ന് പറയുന്നത്. എന്തായാലും ഈ പോളിംഗ് ശതമാനം വെച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക അനുമാനത്തിലേക്ക് 3 മുന്നണികൾക്കും എത്താൻ കഴിയില്ല എന്നതാണ് വാസ്തവം. അതുതന്നെയാണ് ചേലക്കരയുടെ കഴിഞ്ഞ കാലത്തെ ചരിത്രമൊക്കെ ഓർമ്മിപ്പിക്കുന്നത്. കാരണം ചെറിയ കണക്കുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ്, അന്ന് UR പ്രദീപ് ആയിരുന്നു LDFിൻ്റെ സ്ഥാനാർത്ഥി. അന്ന് പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 79.21 ആയിരുന്നു. അതായത് ചേലക്കര മണ്ഡലത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമായിരുന്നു അന്ന് നടന്നത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ്. അന്ന് പ്രദീപ് ജയിക്കുന്നത് ഏകദേശം 10,000-ഓളം വോട്ടുകൾക്കാണ്. തുടർന്ന് 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ രമ്യ ഹരിദാസാണ് സ്ഥാനാർത്ഥി. അന്ന് ചേലക്കരയിൽ നിന്ന് മാത്രം രമ്യയ്ക്ക് കിട്ടിയ ലീഡ് എന്ന് പറയുന്നത് അത് 23,000-ലധികം ലീഡാണ് രമ്യയ്ക്ക് ചേലക്കരയിൽ നിന്ന് ലഭ്യമാണ്. അതായത് 10,000 ലീഡുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് UDFിലേക്ക് വരുമ്പോൾ, ലോക്സഭയിലേക്ക് വരുമ്പോൾ അത് 23,000-ലധികം ലീഡിലേക്ക് മാറുന്നു. തുടർന്ന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് അന്നത്തെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 77.45 ആണ്. അതായത് ഒരു 2016 അപേക്ഷിച്ച് ഒരു 1.5% താഴെ കുറവുണ്ടാകുന്നു. പക്ഷേ 39,400 വോട്ടിൻ്റെ വലിയ കൂറ്റൻ ഭൂരിപക്ഷത്തിലേക്കാണ് അന്ന് കെ രാധാകൃഷ്ണൻ നിയമസഭയിലേക്ക് പോകുന്നത്. അപ്പോഴും ചെറിയ കണക്കുകൾ വീണ്ടും വരുമ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതായത് 2024 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അന്ന് കെ രാധാകൃഷ്ണൻ്റെ ലീഡെന്ന് പറയുന്നത്, ചേലക്കരയിൽ ലഭ്യമായ ലീഡെന്ന് പറയുന്നത് 5,000 ആണ്. അന്ന് പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 72%. അതായത് ഇത്തരത്തിലുള്ള പോളിംഗ് ശതമാനം വെച്ച് ചേലക്കരയിൽ നിന്ന് ഒരു പ്രത്യേക അനുമാനത്തിലേക്ക് 3 മുന്നണികൾക്കും എത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് വാസ്തവം. എങ്കിലും ബൂത്ത് അടിസ്ഥാനത്തിലുള്ള ഇന്നലെ രാത്രിയൊക്കെ അവസാനവട്ട ചില പ്രാഥമികമായ കണക്കൊക്കെ ഈ 3 മുന്നണികൾക്കും ലഭ്യമായിട്ടുണ്ട്. അതനുസരിച്ച് അവർ പറയുന്നത് ഒരു 2,000 വോട്ടിനെ രമ്യ ഹരിദാസ് ജയിച്ച് കയറുമെന്ന് തന്നെയാണ് UDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. മറുവശത്ത് LDF ആകട്ടെ 5,000 വോട്ടിനെങ്കിലും, കഴിഞ്ഞ ലോക്സഭയിൽ അതേ ട്രെൻഡാണ്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻ കിട്ടിയ അതേ വോട്ടുകൾ ഇത്തവണ ഞങ്ങൾക്ക് പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 5,000 വോട്ടിനെങ്കിലും UR പ്രദീപ് ജയിക്കും എന്നൊരു, ഈ മണ്ഡലം നിലനിർത്തും എന്നൊരു ആത്മവിശ്വാസം LDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല NDAയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ വോട്ട് വിഹിതം കൂട്ടുമെന്ന് തന്നെ അവർ ഉറച്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സരസ് മത്സരിച്ചപ്പോൾ ലഭ്യമായതിനേക്കാളും വോട്ട്, അതായത് 28,000-ൽ നിന്ന് ഒരു 35,000-ലേക്കും 40,000-ലേക്കും ഒക്കെ വോട്ട് വിഹിതം കൂട്ടാൻ കഴിയുമെന്ന് തന്നെയാണ് BJP ക്യാമ്പിന്റെ പ്രതീക്ഷ. ഇനി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന 3 മുന്നണികളും അവരവരുടേതായ കണക്ക് കൂട്ടലുകളിലാണ്. എന്ത് ഗുണമാകും, എന്ത് ദോഷമാകും തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ.